നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത, ഗ്രീഷ്മയ്ക്ക് ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. ഏത് ഗ്രീഷ്മയെന്നറിയില്ലേ? കഷായം ഗ്രീഷ്മ. അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോ വീണ്ടും ഈ പ്രണയത്തിൽ ഉണ്ടായ സംശയവും അതിനെ തുടർന്നുണ്ടായ ടോക്സിക് റിലേഷൻഷിപ്പും എല്ലാം ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു 38-കാരനായ അൻസിൽ എന്ന് പറയുന്ന ഒരു 38-കാരന്റെ മരണത്തിലേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതോടെ 30-കാരിയായ കാമുകി പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഈ വാർത്തയെ കുറിച്ച് ശ്രദ്ധിച്ചായിരുന്നു? അറിഞ്ഞായിരുന്നു. അതായത് ഗ്രീഷ്മ കേസ് വളരെയധികം നമ്മളുടെ ഒക്കെ എന്താണ് നെഞ്ച് തകർത്ത ഒരു കേസാണ്. അത് ഗ്രീഷ്മ കേസ് മാത്രമല്ല, പല കേസുകൾ. പക്ഷെ അതിൽ കുറച്ചുകൂടെ അവന്റെ പ്രണയത്തെയാണ് അവൾ എന്ത് ചെയ്തത്, ഈ പറയുന്ന വിഷം കൊടുത്തുകൊണ്ട് ആസിഡ്, അതാണ് ആസിഡ് പോലത്തെ ഒരു സാധനം കൊടുത്തുകൊണ്ടാണ് കൊന്നു കളഞ്ഞത്. ഭയങ്കര ഭീകര സംഭവം. ഇപ്പൊ ഇന്നലെ ഈ പറയുന്ന അൻസിൽ എന്ന് പറയുന്ന മരണപ്പെട്ട ആ വ്യക്തി ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇന്നലെയാണ് മരണപ്പെടുന്നത്. ഈ പെൺകുട്ടി കോതമംഗലത്ത് ആണ് ഈ പെൺകുട്ടിയുടെ വീട് എന്ന് പറയുന്നത്. മാതിരപ്പള്ളി മേലേത്തുമാലിൽ അലിയാരുടെ മകൻ അൻസിൽ, അങ്ങനെയാണ് ഈ പറയുന്ന മരണപ്പെട്ട ആ പയ്യന്റെ പേര്. പയ്യനല്ല, 38 വയസ്സുണ്ട്. 38 വയസ്സ്, വിവാഹിതനല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹമാണ് ഈ പറയുന്ന പോലെ ഈ ആശുപത്രിയിൽ വെച്ചിട്ട് മരണപ്പെട്ടത്. ഈ അവിടെ തന്നെ താമസിക്കുന്ന 30-കാരിയാണ് ഈ കേസിലെ പ്രതിയായിട്ട് ഇപ്പൊ പോലീസ് വധശ്രമത്തിലാണ് ബന്ധു കൂടിയാണ്. അതെ, വധശ്രമത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പൊ അത് കൊലക്കുറ്റത്തിന് കേസെടുക്കും എന്നാണ് പറയുന്നത്. ഇവരെന്ന് പറയുന്നത് ഈ പെൺകുട്ടി അവിടെ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിക്ക് മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു, ഒരു അഫെയർ ഉണ്ടായിരുന്നു. അഫെയർ എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്ത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സുഹൃത്തായതുകൊണ്ട് ആ സുഹൃത്ത് അവിടെ നിന്ന് ഒരു ബുദ്ധിമുട്ട്, അതായത് ഒരു പ്രശ്നത്തിൽപ്പെടുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും അയാൾ ജയിലിലേക്ക് പോവുകയും ചെയ്തു. ജയിലിലോട്ട് പോയതോടുകൂടി പൂർണ്ണമായിട്ടും ഈ യുവതി ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക്. ആ സമയത്താണ് അൻസിലിന്റെ കടന്നു വരുന്നത്. അപ്പോ ഈ യുവതിയുടെ പേര്, അപ്പൊ ആളുകൾ പലതും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മരണപ്പെട്ട യുവാവിന്റെ പേര് പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് യുവതിയുടെ പേര് പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ യുവതി പീഡന കേസിലെ ഇരയാണ് എന്ന തരത്തിൽ പോലീസിൽ നിന്ന് ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ യുവതിയുടെ പേര് പുറത്തു വിട്ടു കഴിഞ്ഞാൽ അതിജീവിതയുടെ പേര് പുറത്തു വിട്ടു എന്നതുകൂടി ഒരു കുറ്റകരമായി മാറും. അതല്ല, ഇപ്പോഴുള്ളതല്ലോ, കൂടുതൽ അന്വേഷണത്തിലല്ലേ എന്താണ് സത്യം എന്നുള്ളത് പോലീസിനും അറിയാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ ഒരു, അതായത് ഈ അൻസിലിന്റെ ബന്ധുവാണ് പരാതി കൊടുത്തത്, ഈ പെൺകുട്ടിയാണ്, ഈ യുവതിയാണ് വിഷം നൽകിയത്, അത് കുപ്പി കണ്ടെത്തി എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുമ്പോൾ മാത്രമേ നടന്നത് എന്താണ് എന്നുള്ളതിന്റെ യാഥാർത്ഥ്യം, ഇവൾ പീഡിപ്പിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിൽ ക്ലാരിറ്റി വരണ്ടേ, എന്നാലേ അവരുടെ പേര് പുറത്തു പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അത് ഈ പറയുന്നത് പോലെ 4 മണിക്ക് ഈ യുവതിയുടെ വീട്ടിൽ ഉറങ്ങുകയായിരുന്ന അൻസിലിന് പുലർച്ചെ 4 മണിക്ക് ഈ യുവതി വെള്ളം കൊടുക്കുന്നു. വെള്ളം കൊടുത്തപ്പോ ദാഹിച്ചപ്പോ വെള്ളം ചോദിച്ചപ്പോ ആ വെള്ളം കൊടുത്തത് ഒന്നിച്ച് താമസമല്ല, അവർ ആ വീട്ടിൽ വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ വെള്ളം കൊടുത്ത സമയത്ത് വെള്ളത്തിൽ എന്തോ കലക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് ഇയാൾ ഇറങ്ങി കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ആ വീടിന്റെ സമീപപ്രദേശത്ത് തന്നെ ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ തന്നെ ഇയാൾ സുഹൃത്തിനെ ഫോൺ ചെയ്യുകയോ അതോ പിന്നെ അടുത്ത ആരെയോ അറിയിക്കുകയോ എന്നാണ് ചെയ്തത്. ഉടനെ തന്നെ ആളുകൾ എത്തിയപ്പോൾ ആംബുലൻസ് വിളിക്കുന്നു, പോലീസിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസും കൂടെ ആ സമയത്ത് ആംബുലൻസിനൊപ്പം തന്നെ വരുന്നുണ്ട്. അപ്പൊ ഈ ആംബുലൻസിൽ പോലീസുകാരനുണ്ടായിരുന്നു, ഒപ്പം ആംബുലൻസ് ഡ്രൈവർ ഉണ്ടായിരുന്നു. ഇവരോടെല്ലാം ഇയാൾ പറഞ്ഞത്, ഇങ്ങനെ എനിക്ക് വെള്ളം തന്ന സമയത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നത്, അവൾ എന്നെ ചതിച്ചു എന്ന് റിപ്പീറ്റ് ചെയ്ത് ആംബുലൻസിൽ നിന്ന് ഈ അൻസിൽ പറയുന്നുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് പോലീസ് എന്ത് ചെയ്യുന്നത്, ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അപ്പോഴും പോലീസ് കേസെടുത്തിട്ടില്ല. ഈ അൻസിലിന്റെ ബന്ധു കൊടുത്ത പരാതിയിൽ ഇത് പിന്നെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതൊരു വധശ്രമമാണോ എന്ന നിലയിൽ പോലീസിന് അന്വേഷണം പോവുകയും അതുവഴിയാണ് ഈ പറയുന്ന യുവതി ഒരു വിഷം ഒരു കടയിൽ നിന്ന് വാങ്ങിയതിന്റെ തെളിവ് പോലീസിന് കിട്ടുന്നത്. ഉടനെ തന്നെ പോലീസ് ഈ വീടുമായി ബന്ധപ്പെട്ട് സെർച്ച് നടത്തിയപ്പോൾ ഒരു വിഷത്തിന്റെ കുപ്പി അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അതേ വിഷം തന്നെയാണോ അൻസിലിന്റെ ഉള്ളിൽ പോയത് എന്നുള്ളത് ഇനി പോസ്റ്റ്മോർട്ടം, അതുപോലെ തന്നെ ഈ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധന റിസൾട്ട് ഇത് വരുന്ന സമയത്ത് മാത്രമേ ഇത് വരികയുള്ളൂ. ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്,
ഈ അൻസിലും ഈ പറയുന്ന യുവതിയും തമ്മിൽ പരിചയത്തിലായതിനു ശേഷം ഇവർ തമ്മിൽ പലപ്പോഴായിട്ട് വഴക്കിട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ പെൺകുട്ടി അൻസലിനെതിരായിക്കൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. തന്നെ ഉപദ്രവിക്കുന്നുണ്ട്, തനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിലയിൽ ഒരു പരാതി പോലീസിൽ കൊടുത്തിരുന്നുവെന്നും അതിൽ പോലീസ് ഇടപെട്ടിരുന്നുവെന്നും പറയുന്നു. അതിനുശേഷം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് ഇവർ വീണ്ടും സുഹൃത്തുക്കളായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് അങ്ങനെ സുഹൃത്തുക്കളായ ഇവർക്ക് ഇടയിൽ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ വിഷം കൊടുക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയത് എന്നുള്ളത് പോലീസ് അന്വേഷണത്തിലൂടെ പുറത്തു വരുന്ന കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സൂചന അനുസരിച്ച് ഈ ആദ്യം ഉണ്ടായ സുഹൃത്ത് ജയിലിലാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ജയിലിലാണ് എന്ന് പറഞ്ഞ സുഹൃത്ത് ഇന്നലെ പുറത്തിറങ്ങേണ്ടതാണ്. ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ സുഹൃത്ത് വരുന്നതിന് മുമ്പ് ഒപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ഒഴിഞ്ഞു പോവാത്തത് കൊണ്ട് അയാളെ കൊലപ്പെടുത്തിയതാണോ എന്നതും വലിയ സംശയത്തിന്റെ നേരിൽ. അങ്ങനെയാണെങ്കിൽ ഇയാൾക്കെതിരെ നേരത്തെ പരാതി കൊടുത്തില്ലേ? അതും ചിലപ്പോ കരുതി കൂട്ടി കൊടുത്തതായിരിക്കും. ഇയാള് മറ്റേ പഴയ സുഹൃത്ത് തിരിച്ചു വരുമ്പോ ഇയാളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് മനഃപൂർവ്വം കൊടുത്ത പരാതിയാണെന്നും കൂടെ അറിയേണ്ടതാണ്. തീർച്ചയായിട്ടും. ഒന്നുകിൽ ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ കോടതിയിലൊക്കെ കേസ് എത്തുമ്പോൾ മുൻകൂട്ടി ഒരു പരാതി ഇയാൾ കൊടുത്തിരുന്നു എന്ന് വരികയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവൻ ആപത്തുണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷയില്ലാതെയാണ് ആ പെൺകുട്ടി ബുദ്ധിമുട്ടിന്റെ അത്രയേറെ പീഡനം ആ കുട്ടി നേരിട്ടത് കൊണ്ട് ആ കുട്ടി രക്ഷയില്ലാതെ ചെയ്തതാണ് എന്ന് ആർഗ്യൂ ചെയ്യാൻ പറ്റും. മറ്റു ഗത്യന്തരമൊന്നും ഇല്ലാതെ അയാളെ ഒഴിവാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് ആർഗ്യൂ ചെയ്യാൻ പറ്റും. എവിടെ? കോടതി. അങ്ങനെ ഒരു കോടതിയിൽ ആർഗ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ആർക്കാ കിട്ടുക? ഈ പറയുന്ന യുവതിക്കാണ് കിട്ടുക. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനത്തെ ഒരു ഹർജി കൊടുത്തത്. ഇനി അല്ലെങ്കിൽ ഇവൻ എങ്ങനെയെങ്കിലും ഒഴിവായി പോട്ടെ, പോലീസ് സഹായത്തോടു കൂടിയെങ്കിലും ഒഴിവാകട്ടെ എന്ന നിലയിലുമായിരിക്കാം ഹർജി കൊടുത്തിട്ടുണ്ടാവുക. എന്തായാലും ആ ഹർജി അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഇയാളുടെ ശല്യം ഉണ്ടായാൽ അത് പോലീസിനെ തന്നെ വീണ്ടും സമീപിക്കാവുന്നതല്ലേ? ഈ ഒരാളെ കൊല്ലണമെന്നൊക്കെ ചിന്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലും അത് തെറ്റ് തന്നെയല്ലേ? അല്ല, തീർച്ചയായിട്ടും. ഇവർ തമ്മിൽ സൗഹൃദത്തിലായിരുന്നു, ഇവർ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. വീട്ടിൽ നിന്ന് 4 മണിക്ക് പോകുന്ന സമയത്ത് വെള്ളം കൊടുക്കുന്നു. അവരുടെ സൗഹൃദം എന്തോ നമ്മുടെ വിഷയമല്ല, അത് നമ്മുടെ കാര്യമേ അല്ല. ഒരാളെ കൊന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ല വാർത്ത. ഇപ്പൊ ഞാൻ എന്റെ ഒരു സംശയം ചോദിക്കുന്നതാണ്. ഇപ്പൊ പെട്ടെന്ന് തലക്കടിച്ച് കൊല്ലുകയോ അത് പെട്ടെന്ന് വേറെന്തെങ്കിലും ആയതുകൊണ്ട് കുത്തിക്കൊല്ലുക, പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു ആക്രമണം എന്ന് പറയാം. പക്ഷേ ഇത് കരുതി കൂട്ടി വിഷം വാങ്ങി കരുതി വെച്ചിരുന്നിട്ട് വെള്ളം ചോദിക്കുമ്പോൾ കൊടുക്കുന്നു. അതൊരു പ്ലാൻഡ് തന്നെയല്ലേ? പ്ലാൻ ആണ്. അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും എടുത്ത് കുത്തുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് അടിക്കുന്നു എന്നൊക്കെയാണെങ്കിൽ നമുക്കത് പറയാം. ആക്രമിക്കാൻ വന്നു, അപ്പൊ എന്നെ കൊല്ലാൻ വന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയും. ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ? ഒരാൾക്ക് വിഷം കൊടുത്തു വന്നാൽ പോലീസ് പിടിക്കില്ല എന്ന് വിചാരിക്കാൻ, അല്ലെങ്കിൽ കേസ് ആവില്ല. ഈ നമുക്ക് ചുറ്റും എന്തെല്ലാം കേസുകൾ നടക്കുന്നു ഇവർക്ക് അറിയില്ലേ? ഒന്നുമില്ലെങ്കിലും ശരി, പത്രം വായിക്കില്ലായിരിക്കും, TV കാണില്ല, അല്ലെങ്കിൽ ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കില്ലേ? മൊബൈലിലൂടെ ഇപ്പോ ഈ വാർത്താ സംബന്ധമായി തന്നെ റീൽസിലൂടെയും പലപ്പോഴും വരാറുണ്ട് ഇല്ലേ? വാർത്ത ബേസ് ചെയ്ത് കാണണമെന്നില്ല, എന്നാലും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയില്ലേ ഇവര്? അല്ല, മറ്റൊരു ഞാൻ പറയാം, ഗ്രീഷ്മ കേസ് വന്നപ്പോൾ എന്തൊക്കെ കോളിളക്കങ്ങൾ ഉണ്ടായി ഇവിടെ. ഗ്രീഷ്മയെ പറ്റി എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങളുണ്ടായി, ഇതൊക്കെ കാണാത്ത ആളുകളുണ്ട്. ആ കോടതി വധശിക്ഷ വിധിച്ച സമയത്ത് ഇവിടെ ഉണ്ടാകാത്ത കോലാഹലങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും കാണാത്തവരല്ലല്ലോ. ഇന്ന് എല്ലാവരുടെ കയ്യിൽ മൊബൈലുണ്ട്, റീൽസ് കാണുന്ന ആൾക്കാരാണ്, ഇതെല്ലാം കാണുന്ന ആളുകളാണ്. എന്നിട്ടും ഇവർ വിഷം കൊടുത്ത് കൊല്ലുക എന്ന രീതിയിലേക്കൊക്കെ പോകുന്ന സമയത്ത് മനുഷ്യൻ എത്രത്തോളമാണ് ചിന്തിക്കുന്നത് എന്നാണ് ബോധമില്ല. ഒരു സംശയമില്ല. കാരണം പോലീസിന്റെ ഒരു കാര്യമോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുമ്പോൾ വിചാരിക്കും വളരെ ഫലപ്രദമായി നിങ്ങൾ ക്രൈം ചെയ്യൂടെ എന്നുള്ള അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അതായത് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പോലീസിലാണ് പറയേണ്ടത്, നിയമ വഴിയാണ് പോവേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസിഡന്റ് വരുന്നു, നമ്മളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു, ആക്രമിക്കാൻ വരുന്നു എന്നാണെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. അത് സ്ത്രീകൾക്ക് കുറച്ചും കൂടി ആ കാര്യത്തിൽ അവകാശം കൂടുതലാണ്. കോടതി അതിന് പരിഗണന കൊടുക്കും. അതിലെന്താ പറയുമോ, ഒരിക്കൽ പരാതി കൊടുത്തു, പോലീസിന്റെ സാന്നിധ്യത്തിലായിരിക്കും ചിലപ്പോൾ കോംപ്രമൈസ് ആയിട്ടുണ്ടാവുക. അപ്പോ കുഴപ്പമില്ല, ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ടല്ലേ അയാളെ വീണ്ടും ഇവരുടെ വീട്ടിലല്ലേ അയാൾ ഉണ്ടായിരുന്നത്. അപ്പോ ഇനിയും പോലീസിന്റെ മുന്നേ പോകാൻ നാണക്കേടുണ്ടായിരിക്കാം. ഒരിക്കൽ പരാതി കൊടുത്ത് കോംപ്രമൈസ് ആക്കിയതല്ലേ. വീണ്ടും സ്ത്രീകളുടെ ഒരു പ്രശ്നമാണ്, പരാതി കൊടുത്ത് ചില സിനിമയിലൊക്കെ കാണും, ഭാര്യയും ഭർത്താവും കൂടി തമ്മിലടിക്കും, കണ്ടോണ്ട് നിന്നവരെ ഇടപെടുമ്പോ എന്റെ ഭർത്താവിനെ പറയാം നീ ആരാ എന്ന് ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ പോലീസിനെയും ചിലപ്പോൾ ഒറ്റപ്പെടുത്തി കാണും ആ ഒരു വിഷയം. ഇനി ഇങ്ങനെ പരാതിയായിട്ട് വരരുത്, രണ്ടുപേരും പറ്റുമെങ്കിൽ ഒന്നിച്ചു പോവുക, ഇല്ലെങ്കിൽ പിരിയാന്ന് പറയുമ്പോ അതിനെ അതിജീവിച്ചവർ ഒന്നിച്ച് പോയതല്ലേ. തീർച്ചയായിട്ടും. അത് പിന്നെ എങ്ങനെ ആ പോലീസുകാരുടെ മുന്നിലേക്ക് പോകും? ആ SIയുടെ ആ CIയുടെ മുന്നിലേക്ക് SHOയുടെ മുന്നിലേക്ക് പോയിട്ട് വീണ്ടും പരാതി ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് ആ പരാതി ഉണ്ടെന്ന് പറയണം.
അതിലെ അവർ എത്ര തവണ പരാതി കൊടുത്താലും അത് നിയമ നടപടി എടുക്കാനുള്ള അർഹത ആർക്കുണ്ട്, അല്ലെങ്കിൽ അവകാശം ആർക്കുണ്ട്, ഈ പറയുന്ന SHO ഉണ്ട്. അതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതവർ ചെയ്തില്ല എന്നുള്ളതും ഈ പറയുന്ന ജയിലിൽ നിന്നിറങ്ങിയ സുഹൃത്ത് ഇത് അറിയാതിരിക്കാനാണോ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നുള്ളതുമാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വരുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ്. അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതും ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ വെച്ച് ദാരുണമായി മരണപ്പെട്ടു എന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഭീഷണിയാണോ ഇത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും.